നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. EVകൾ അഥവാ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ സമയമായോ? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാനും ചോദിക്കാറുണ്ട് പലരോടും. അപ്പോൾ പലരുടെയും ഉത്തരം, അതായത് EVകൾ ഉപയോഗിക്കാത്തവരുടെ ഉത്തരം എന്ന് പറയുന്നത് EVകൾ വാങ്ങിക്കാൻ സമയമായെന്ന് തോന്നുന്നില്ല. കാരണം 2-3 ആശങ്കകളുണ്ട്. ഒന്ന്, റേഞ്ച് ആങ്സൈറ്റി, എവിടെയെങ്കിലും പോകുമ്പോൾ റേഞ്ച് തീരുമെന്നുള്ള ആങ്സൈറ്റി. രണ്ടാമത്തെ കാര്യം, എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടോ എന്നുള്ള ആശങ്ക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക, ഇതിൻ്റെ ബാറ്ററി പാക്ക് എങ്ങാനും ബാറ്ററിയുടെ ഒരു കാലം കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ആശങ്ക. അങ്ങനെ പല ആശങ്കകളാണ് പലരും പറയുന്നത്. പക്ഷേ EVകൾ എവിടെ നോക്കിയാലും വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ EVകൾ ഉപയോഗിക്കുന്നവർ സത്യത്തിൽ എങ്ങനെയാണ് ഈ ആശങ്കയൊക്കെ മറികടന്നുകൊണ്ട് EV വാങ്ങിച്ചതെന്നൊരു വലിയ ചോദ്യമുണ്ട്. അവർക്ക് ഈ ആശങ്ക ഉണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ EV ഉപയോഗിക്കുന്ന കുറച്ച് പേരോട് അത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ആശങ്കയൊക്കെ മറികടന്ന് EV വാങ്ങിക്കാനുള്ള കാരണം എന്താണ്? EVയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അതിൻ്റെ ബാറ്ററി ചാർജ് അങ്ങനെ എത്ര നേരം എടുക്കുന്നുണ്ട്? അതുപോലെ നിങ്ങൾക്ക് ധാരാളം ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണോ? റേഞ്ച് ആങ്സൈറ്റി ഇല്ല? അങ്ങനെ പല കാര്യങ്ങളും, നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1-2 ആഴ്ച നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്താണ് EVയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളറിയാതെ തന്നെ പ്രകൃതിയെ സഹായിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നവരുടെ വീട്ടിൽ ഒരുപക്ഷെ സോളാർ ചാർജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 100% ഫ്രീ ആയിട്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. തന്നെയല്ല, പരിസ്ഥിതി സൗഹൃദമാണ് ഈ ഒരു വാഹനം എന്നുള്ളൊരു സംശയമില്ല. ഒട്ടും തന്നെ എമിഷനൊന്നും പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിയെ സഹായിക്കുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് EVകൾ എന്നുള്ളൊരു സംശയമില്ല. നമ്മൾ ടാറ്റ പഞ്ച് എന്ന് പറയുന്ന EV ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ തന്നെ പ്രകൃതി സൗഹൃദപരമായ ഒരു പ്രൊഡക്റ്റായിരുന്നു അത്. അതാണ് നിങ്ങൾ ഈ കാണുന്നത് V-സ്റ്റാറിൻ്റെ, നമ്മുടെ വളരെ ട്രസ്റ്റഡ് ബ്രാൻഡായ V-സ്റ്റാറിൻ്റെ കാർബൺ സീറോ ട്രങ്ക് എന്ന് പറയുന്ന ഒരു അണ്ടർവെയർ സീരീസാണ് ഞാനന്ന് പരിചയപ്പെടുത്തിയത്. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. അത് മെൻസ് സീരീസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതും വളരെ പ്രകൃതി സൗഹൃദപരമായ ഒരു പ്രൊഡക്റ്റാണെന്നുള്ള കാര്യമാണ്. അതായത് വുഡ് പൾപ്പിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. അത് ഓസ്ട്രേലിയയിലെ ബീച്ച് വുഡിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണെന്നുള്ള കാര്യമാണ്. ദിവസം മുഴുവൻ നമ്മളിത് ധരിച്ചാലും വളരെ വളരെ ഫ്രഷ്നെസ് തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണെന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് അങ്ങേയറ്റം സോഫ്റ്റാണ്. അതായത് അവിശ്വസനീയമായ രീതിയിൽ സോഫ്റ്റാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യമാണ്. ഞാനിത് ഇപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. എനിക്ക് ഫീൽ ചെയ്ത കാര്യം തന്നെയാണ് ഞാനത് പറയുന്നത്. ഇതിനു മുമ്പ് ഞാനത് പരിചയപ്പെടുത്തിയപ്പോൾ ഇത് വിപണിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് V-സ്റ്റാറിൻ്റെ കാർബൺ സീറോ ട്രങ്ക് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തുടർന്ന് ഉപയോഗിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ പ്രകൃതിയെ ഒട്ടും തന്നെ ദ്രോഹിക്കാതെ നിർമ്മിച്ചെടുത്തൊരു പ്രൊഡക്റ്റാണ് എന്ന് മാത്രവുമല്ല, ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ദിവസം മുഴുവൻ ധരിച്ചാലും വളരെ ഫ്രഷ്നെസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ EVകളും ഇതുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു EVയുടെ പ്രോഗ്രാമിൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഇനി EV കസ്റ്റമേഴ്സിനെ ഒരു 4-5 പേരെങ്കിലും കാണാം. എങ്ങനെയുണ്ട് അവരുടെ ഒരു അനുഭവം എന്നുള്ള കാര്യം ഒന്ന് കേട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഈ സാധാരണക്കാരിലേക്കും EV എത്തിയത് ടാറ്റ ടിയാഗോ വന്നപ്പോഴാണ്. ടാറ്റ ടിയാഗോയാണ് അന്നും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു EV എന്ന് പറയുന്നത്. വില കുറഞ്ഞതെന്ന് ഞാൻ പറയുന്നത് മറ്റു കാര്യങ്ങളിലല്ല, പക്ഷേ വലിപ്പമൊന്നും മോശമില്ല. തന്നെയല്ല, ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റൊക്കെ കാര്യമായ രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചൊരു വേരിയൻ്റാണ്. അതിൻ്റെ EV വന്നപ്പോഴും എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെയുള്ള ടാറ്റ ടിയാഗോ EVയുടെ ഓണറിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? റോഷ്. എന്ത് ചെയ്തു? റോഷ്? ഞാൻ മീഡിയ വൺ ചാനലിൽ വർക്ക് ചെയ്യാം. ശരി. അപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ് അല്ലെങ്കിലും മീഡിയയിലുള്ള ആളാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പം എത്ര കാലം ഇപ്പോൾ ഇതെടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 മാസം ആകുന്നേ ഉള്ളൂ. 2 മാസം ആകുന്നുള്ളൂ. ജനുവരിയിലാണ് വണ്ടി എടുത്തത്. ശരി. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയായിരുന്നു, ഇപ്പോൾ നമ്മൾ പലപ്പോഴും EV വാങ്ങിക്കാത്ത എന്തുകൊണ്ടെന്ന് പലരോടും ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, TV വാങ്ങിക്കാറായോ? കാരണം EVയുടെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. തന്നെയല്ല, EV ഒരു ഇവോൾവിങ് ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ പറഞ്ഞു. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ വളരെ ധൈര്യമായിട്ട് EV അങ്ങ് വാങ്ങിക്കുകയാണ്. എന്തായിരുന്നു അതിനുള്ളൊരു ധൈര്യം? ഞാൻ ഒരു സെക്കൻഡ് കാർ എന്ന ലെവലിലാണ് ഈ ടിയാഗോ എടുക്കുന്നത്. അതായത് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു സെൽറ്റോസ് ഉണ്ട് വണ്ടി. അപ്പോൾ പെട്രോൾ വണ്ടിയായിട്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിയാഗോ എന്ന് വെച്ചാൽ വൈഫ് ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചാണ് ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം വൺ സൈഡ് ഒരു 45 കിലോമീറ്ററോളം ഓട്ടോ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 90 കിലോമീറ്റർ ഒരു ദിവസം എനിക്ക് ഓട്ടോ ഉണ്ട്. അപ്പോൾ ഒന്ന്, എനിക്ക് ആ കോസ്റ്റ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ വൈഫ് വണ്ടി ഓടിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് ഓട്ടോ ഞാൻ ചെറിയ റേഞ്ചുള്ള വണ്ടിയായിട്ട് എടുത്തേക്കുന്നത്, ഏറ്റവും മിഡ് റേഞ്ചുള്ള വണ്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഡെയിലി ഓഫീസിൽ പോകുക എന്നുള്ള യൂസേജ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ലേഡീസിന് ഉപയോഗിക്കാം, അതാണ് ഏറ്റവും വലിയ ചെറിയ വണ്ടിയാണ്, ലേഡീസിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള. അപ്പോൾ ഭാര്യയ്ക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു? എന്താ? ഭാര്യയ്ക്ക് കംഫർട്ടാണ് വണ്ടിയൊക്കെ കംഫർട്ടാണ്, ഓടിക്കാൻ സുഖമാണ്, അതൊക്കെ കംഫർട്ട്
കംഫർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത്? ഈ ഒരു ആ ഒരു റേഞ്ച് മതി, വിലയൊക്കെ നോക്കിയിട്ടാണോ? ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള EV എന്നുള്ള ലെവലിലാണ് ഇതിലേക്ക് നമ്മൾ വരുന്നത്. പിന്നെ ഏകദേശം 10 ലക്ഷത്തിനടുത്ത് വണ്ടിക്ക് വരുന്നുണ്ട്. മറ്റേതിന് വില കുറഞ്ഞാണെങ്കിലും 10 ലക്ഷം ഉണ്ട്. അതെ. പിന്നെ 15 ലക്ഷം രൂപയുടെ വണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. 15-16 ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 15 ലക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു ബഡ്ജറ്റ് കൺസേണും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ മാറാനുള്ള കാര്യം. ഇപ്പോൾ ഈ സെൽറ്റോസ് എന്ന് പറയുന്നത് ഓടിക്കാൻ നല്ല രസമുള്ള, നല്ല പെട്രോൾ എഞ്ചിനുള്ളൊരു വാഹനം. അപ്പോൾ അതിൽ നിന്ന് EVയിലേക്ക് വരുമ്പോൾ ഏതാണ് ഇഷ്ടം? പെട്രോൾ വണ്ടി ഓടിക്കുന്നതാണോ? സെൽറ്റോസിൻ്റെത് എൻ്റെ വണ്ടി നോർമൽ IMT എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. പക്ഷേ അത് ഒരു ഇനിഷ്യൽ പിക്കപ്പ് കുറവുള്ളൊരു വണ്ടിയാണ്. ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്, അവരുടെ ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പിക്കപ്പ് കൂടുതലാണ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുമ്പോൾ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ടിയാഗോയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വളരെ കുറവാണ് ടിയാഗോയ്ക്ക് കമ്പയർ ടു സെൽറ്റോസ് നോക്കുമ്പോൾ. ശരി. അപ്പം ഇപ്പം എത്ര രൂപ ആകുന്നുണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം 1900 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ഫസ്റ്റ് സർവീസ് ആയിട്ടുമില്ല, പിന്നെ കറണ്ട് ചാർജ് വന്നിട്ടുമില്ല. അപ്പോൾ അത് സാധാരണ നമ്മുടെ സ്ലോ ചാർജറിലാണ് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ചാർജ്. ഇതുവരെ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല. എത്ര നേരം എടുക്കാറുണ്ട് സാധാരണ സ്ലോ ചാർജ്? മിക്കവാറും രാത്രിയിൽ കുത്തിയിടുകയാണ്, പതിവ് രാവിലെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഏകദേശം 5-6 മണിക്കൂർ എടുക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ ഈ എപ്പോഴും നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, പലപ്പോഴും പലരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം വെച്ചാൽ കുറേ ദൂരമൊക്കെ ഓടിക്കഴിഞ്ഞാൽ ബാറ്ററി മാറ്റേണ്ടി വന്നാലുള്ള ഭീമമായ ഒരു തുകയൊക്കെയാണല്ലോ. അത്തരം ആശങ്കകളൊന്നും റോഷൻ ഉണ്ടായിട്ടില്ല. ഞാനൊരു റിസ്ക് എടുക്കാം എന്നുള്ള ലെവലിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഓടി മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ഓടി ആ എമൗണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ശരി. എത്ര രൂപയായത് ഓൺ റോഡ്? ഏകദേശം 10 ലക്ഷം അടുത്തായി. 10 ലക്ഷം 9 ലക്ഷത്തിൽ സംതിങ് ആയി, 10 ലക്ഷം അടുത്തായി. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ വാഹനത്തെ സംബന്ധിച്ച് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ എന്തൊക്കെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, വണ്ടി ഓടുമ്പോൾ കുറച്ച് ബോഡി സൗണ്ട് ഉള്ളതായിട്ട് എൻ്റെ വണ്ടിക്ക് മാത്രമാണോ എനിക്കറിയില്ല, ബോഡി സൗണ്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ ഫിനിഷിംഗ് ഇല്ല. വണ്ടിക്ക് പല സ്ഥലത്തും ഒരു ഫിനിഷിംഗ് കുറവ് പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ബേസിക്കലി എനിക്ക് നോക്കിയപ്പോൾ ഒരു ഫീല് തോന്നിയത്. ശരി. അപ്പോൾ മറ്റേതെങ്കിലും ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പിന്നെ ഇലക്ട്രിക് വണ്ടി ഞാനൊന്നും ഓടിച്ച് നോക്കിയിട്ടില്ല നിലവിൽ. ആദ്യമായിട്ട് ഇത് ഓടിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ബേസിക്കലി നോക്കിയത് ഏറ്റവും കുറഞ്ഞ വിലയിൽ എടുക്കുക എന്നുള്ള വണ്ടിയാണ് സെക്കൻഡ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത്. വേറൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലും ഇഷ്ടപ്പെട്ട പിന്നെ ആ വണ്ടിയിലേക്ക് പോകാനുള്ള ബജറ്റ് എൻ്റെ പിന്നെ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഈ ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ പോലും നമുക്ക് എക്കണോമിക്കലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഈ അവസാനം കണക്കെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ലാഭകരം തന്നെ ആയിരിക്കും എന്നുള്ള സംശയം. അതായത് ചേർത്തലയാണല്ലേ വീട്? അതെ. ചേർത്തല കൊച്ചി ഓടി വരിക എന്ന് പറയുന്നത് സാധാരണഗതി നല്ല ഗിയർ ഷിഫ്റ്റും, പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര ബ്ലോക്ക്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വണ്ടി തീർച്ചയായിട്ടും ലാഭകരമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതുപോലുള്ള ഓട്ടമുള്ളവർക്ക് ഇപ്പോഴും ഏറ്റവും പറ്റുന്ന വണ്ടിയാണ്. നമ്മളിവിടുന്ന് കാസർഗോഡേക്ക് ഓടിച്ചു പോവുക എന്ന് പറയുമ്പോഴാണ് ഇടയ്ക്ക് ചാർജിങ് സ്റ്റേഷനുകളുടെ എന്തെങ്കിലും അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യാതെ വരുമെന്നൊക്കെയുള്ള റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനമുള്ളത്. ഇവർക്ക് രാവിലെ കൊച്ചി വരിക, കൊച്ചിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുക. ഞാൻ ഒരു പ്രാവശ്യം കരുനാപ്പള്ളി വരെ വണ്ടി പോകണല്ലേ. അതായത് എൻ്റെ വൈഫിൻ്റെ വീട് കരുനാപ്പള്ളിയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഓടിച്ച് കരുനാപ്പള്ളി പോയിട്ട് ഞാൻ അവിടെ ചാർജ് ചെയ്തു, സ്ലോ ചാർജ് ചെയ്തു, എന്നിട്ട് തിരിച്ച് വന്നു. പക്ഷേ ഏകദേശം പോയിട്ട് തിരിച്ച് വരാനുള്ള ഒരു എന്താ പറയുക, ഒരു 15 കിലോമീറ്റർ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സേഫർ സൈഡ് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ ഫാസ്റ്റ് ചാർജസ് ഉണ്ടല്ലോ? ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല വണ്ടി ഇതുവരെ. പക്ഷേ ഇടയ്ക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യണം എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞില്ല. സ്ലോ ചാർജ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ കേട്ടത്, ഞാൻ കൃത്യമായിട്ട് സത്യത്തിൽ ഞാനിതങ്ങനെ ഉപയോഗിക്കാത്തതുണ്ട്. പക്ഷേ എങ്കിലും ആരൊക്കെ പറഞ്ഞു കേട്ടത് ഇടയ്ക്കൊന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യണം എന്നാണ്. ഒന്ന് അന്വേഷിച്ചൊക്കെ ഏതായാലും. ശരി. പിന്നെ വേറെ കാര്യമുള്ള ഇതിന് സർവീസ് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ലല്ലോ. എന്താ സർവീസ് ചെയ്യാനുള്ളത് അല്ലേ? സർവീസിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 2000 രൂപയൊക്കെ സർവീസിന് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കഴിയുമ്പോൾ ബ്രേക്ക് പാടോ ഒക്കെ വരാം. ഇതിപ്പോൾ 2000 കിലോമീറ്റർ ആയിട്ടില്ല, ഫസ്റ്റ് സർവീസ് ആയിട്ടുമില്ല. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ്. 1-2 ചെറിയ പ്രശ്നങ്ങൾ ടാറ്റയുടെ പറഞ്ഞു കഴിഞ്ഞു. ടാറ്റയുടെ വാഹനങ്ങളുടെ സർവീസാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അത് എന്തായാലും റോഷ് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. തന്നെയല്ല, ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു ഞാനീ പറഞ്ഞത്. പ്രത്യേകിച്ചൊന്നും സർവീസ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു സെറ്റ് ബാക്ക് അതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കണക്കുകൂടെ ഒന്ന് കണക്കൂട്ടി പറയാം, എത്ര രൂപയാകുന്നുണ്ട് കിലോമീറ്റർ. താങ്ക് യു. ഓക്കെ, ശരി. ഇപ്പോൾ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ EV എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടാറ്റയാണെന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന വാഹനവും ടാറ്റയുടെ നെക്സോൺ EV തന്നെയാണ്. നമസ്കാരം. പേര്? സ്റ്റീവ്. എന്താണ് സ്റ്റീവ്? ഞാനൊരു ജ്വല്ലറി നടത്തണം. എവിടെ? കൊടുങ്ങല്ലൂർ. ആണോ? ഏതാ പേരെന്താ? ക്രാങ്കന്നൂർ. കേട്ടിട്ടുണ്ടല്ലോ. യെസ്. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരാണ്. അതെ, ക്രാങ്കന്നൂർ. യെസ്. ഓക്കെ. അപ്പോൾ ഇപ്പം എറണാകുളത്ത് എന്താണ്? എറണാകുളത്ത് ആക്ച്വലി വൈഫിൻ്റെ വീട് എറണാകുളമാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ വീക്കിലി എന്തായാലും ഞാൻ
എറണാകുളം വരാറുണ്ട്. ശരി. കൊടുങ്ങല്ലൂർ കൊച്ചിയാണോ ഓട്ടം? ആക്ച്വലി അതാണ്, പക്ഷേ EV എടുത്തതിന് ശേഷം ഓട്ടം കുറച്ച് വിപുലീകരിച്ചു. ആണോ? അത്യാവശ്യം ട്രിപ്പുകളൊക്കെ പോയി തുടങ്ങി. ശരി. ഇവലൊരു പ്രശ്നമില്ലാത്തത് കൊണ്ട് പോയി തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയാണ് ഇതിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ടോ ഇതുവരെ? ഞാൻ നോക്കിയിട്ട് ആക്ച്വലി കിലോമീറ്ററിന് 1 രൂപയാണ് തന്നെ ആണല്ലേ നോർമലി വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാനൊരു 6 മാസത്തെ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയി. 6 മന്ത് കഴിഞ്ഞപ്പോൾ സോളാർ വെച്ചു. അപ്പം എനിക്കിപ്പോൾ ഫ്രീ ആയി. സൂര്യഭഗവാന്റെ സഹായത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരി. എന്തുകൊണ്ടാണ് നെക്സോൺ എടുക്കാനുള്ള കാരണം? ആക്ച്വലി ഒരു മാനുവൽ വണ്ടിയായിരുന്നു i20. ഞാനപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി കൊടുങ്ങല്ലൂർ എറണാകുളം ട്രാഫിക് അതിഭീകരമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിന് വേണ്ടിയുള്ള സെർച്ചിങ്ങിൽ 2 വണ്ടികളായിരുന്നു. പക്ഷേ ഒരു വണ്ടി, ആ 2 വണ്ടിയും ബുക്ക് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ഡോക്ടറുണ്ട്, പുള്ളി EV എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ അളിയനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്ക്. അവർ 1/2 മണിക്കൂർ നല്ല വിശദമായിട്ട് ഓടിച്ചു. പിന്നെ ഒന്നും പറയാനില്ല, ഫ്ലാറ്റ്. അങ്ങനെയാണ് EVയിലേക്ക് പെട്ടെന്ന് വീണത്. ശരി. അപ്പോൾ അന്ന് ഓടിച്ചു നോക്കിയിട്ട് ടാറ്റ നെക്സോണിലേക്ക് എത്താൻ കാരണം അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ആക്ച്വലി ഉണ്ടായിരുന്നത് ZS-EV ആണ്. അപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട് ശരിക്കും ടോപ്പ് എൻഡ് മോഡലുകൾ. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ച ആൾ, അദ്ദേഹം ടാറ്റ ടിയാഗോ EV ആണ് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ചില ക്വാളിറ്റി പ്രശ്നങ്ങൾ വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇതിൽ? ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വാക്ക് കടമെടുക്കണത്, നമ്മൾ ശരിക്കും നോക്കി വണ്ടി വാങ്ങുമ്പോൾ കല്യാണം കഴിക്കണ പോലെയാണ്. അപ്പം ഞാൻ അത്യാവശ്യം നോക്കിയെടുത്തേ. പിന്നെ ഇത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 30, 35, 45, 55, 65, 75 എല്ലാത്തിലും EV6 വരെ വണ്ടിയുണ്ട്. പക്ഷെ ഒരു 20 lakhs നമുക്ക് അത്യാവശ്യം ഫൺ ഡ്രൈവിന് പറ്റിയ വണ്ടി, 5 സ്റ്റാർ റേറ്റിംഗ്, നല്ല ബിൽഡ് ക്വാളിറ്റി, വെന്റിലേറ്റഡ് സീറ്റും കൂൾ ഗ്ലൗ ബോക്സും ഒക്കെ ഉള്ളൊരു വണ്ടി, പ്ലസ് 8 കൊല്ലം അല്ലെങ്കിൽ 1,20,000 ഫുൾ റീപ്ലേസ്മെൻ്റ് ആണ്. പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഞാൻ ആരും പറയണത് കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കസിന് തന്നെ ഓൾറെഡി ബാറ്ററി മാറ്റി കിട്ടി. ആണല്ലേ? ധൈര്യമായിട്ട് ഓടിക്കാൻ. ശരി. അത് എത്ര ഓടിയപ്പോഴാണ് ബാറ്ററി മാറ്റേണ്ടത്? അത് ആക്ച്വലി പക്ഷെ അത് ശരിക്കും പീഡിപ്പിച്ചിട്ടാണ്. ആൾക്ക് നല്ല ഓട്ടമുണ്ട്. എന്നെക്കാളും 3 മാസം മുമ്പ് എടുത്തത്. പക്ഷേ ആക്ച്വലി അതിപ്പോൾ ഒരു 50,000 ആയി. അപ്പം നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ടൈംസ് 20% സഡൻ ഡ്രോപ്പ് വന്നു. അപ്പോൾ ആളത് മെയിൽ അയച്ചു, മാറ്റി കിട്ടി. ശരി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി 300 പക്കയാണ്. പക്ഷെ ഇപ്പോൾ കോതമംഗലം അല്ലെങ്കിൽ അങ്ങനെ നല്ല റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 380, 400 അടുത്ത് സുഖമായിട്ട് പോകും. 300 ഗ്യാരണ്ടിയാണ്. എങ്ങനെ അടിച്ചു പൊളിച്ച് ഓടിച്ചാലും 300 കിട്ടും. അപ്പോൾ ചാർജിങ് സ്ലോ ചാർജിങ് ആണോ ഫാസ്റ്റ് ചാർജിങ് ആണോ ചെയ്യാറ്? ഞാൻ ഇവരുടെ ഫാസ്റ്റ് ചാർജർ വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് അതാണ് ചെയ്യണേ. സ്ലോ ചാർജ് നമ്മുടെ നോർമൽ ഇവരുടെ അഡാപ്റ്റർ വെച്ചിട്ടാണെങ്കിൽ ഏകദേശം 10 മണിക്കൂർ എടുക്കും. പക്ഷേ ഇവരുടെ ഫാസ്റ്റ് ചാർജ് വെച്ചാണെങ്കിൽ 4 മണിക്കൂർ. അപ്പം അങ്ങനെ ചെയ്യണേ. പിന്നെ എറണാകുളത്ത് ഇഷ്ടം പോലെ ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് വൈഫിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇടയ്ക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇതല്ലാതെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വേറെ ഉണ്ടാകണമല്ലോ? ഒരു A-Star ഉണ്ട്, i20 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വന്നപ്പോൾ കൊടുത്തു. പക്ഷേ നമ്മൾ EV ഓടിച്ചാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും മാറും. കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിച്ചത്. പെട്രോളും ഡീസൽ ഓടിക്കുന്നവർ ഇത് ഓടിച്ച് കഴിയുമ്പോൾ, കാരണം പണ്ട് ഇപ്പോൾ i20 ഞാൻ മഫ്ലറൊക്കെ വെക്കാറുണ്ട് ആ ഒരു സൗണ്ട് കേൾക്കാൻ. പക്ഷെ ഇപ്പോൾ സൗണ്ട് അലർജിയാണ് സത്യം പറഞ്ഞത്. ഇപ്പം ഇതിൽ എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആണ്, കംഫർട്ടാണ്, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അതാണ് മെയിൻ കാര്യം. അത് കാരണം ഇനി ഏത് വണ്ടി എടുത്താലും ഇപ്പം ചേട്ടൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനിയൊരു EVയെ നമ്മുടെ ലിസ്റ്റിലുള്ളൂ. ശരിയാണ്. EV ഓടിച്ചവരും മിക്കവരും അത് തന്നെ. കാരണം നമുക്കൊരിക്കലും ഈ ഒരു റേഞ്ചിൽ ഇപ്പം ഞാൻ സെൽറ്റോസോ ക്രെറ്റയോ നോക്കുമ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് ടർബോ എടുക്കണം, ഈ ഒരു പവർ കിട്ടണം. അപ്പം എല്ലാവരും പറഞ്ഞത് മാക്സിമം 10 അല്ലെങ്കിൽ 11 ആണ് മൈലേജ്. അപ്പോൾ അതിലും കൂടുതൽ പവറും ധൈര്യമായിട്ടും ഒരു 300 അല്ലെങ്കിൽ 350 കിട്ടുന്ന ഇതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ്. എത്ര രൂപയായി ഇത് വണ്ടി വാങ്ങിക്കുമ്പോൾ? ഞാൻ വണ്ടി എടുക്കുമ്പോൾ 21,20 ആയി. പക്ഷെ അതിനുശേഷം 19,90 ഇവരൊന്ന് കുറച്ചു. ഇപ്പം എത്ര ഓടിയിട്ടുണ്ടാവും? ഇപ്പം 13,000 ആയി. 13,000. ഇപ്പം ഏറ്റവും പുതിയ നെക്സോൺ EV വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഒരു വിഷമം തോന്നിയോ? വിഷമം തോന്നിയെന്ന് വെച്ചാൽ ലുക്ക് വൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനാണ് ഒരു റഫ് ലുക്ക്. അത് ഇത്തിരി ക്യൂട്ടായി എന്നൊരു സംശയം. ഇതിനകത്ത് എനിക്ക് വേണമെന്ന് തോന്നിയ 2 കാര്യം,
മെയിൻ ആയിട്ടുള്ളത് ലൈറ്റ് ആയിരുന്നു, അത് ഞാൻ മാറ്റി. അതുകൊണ്ട് വലിയ വിഷമില്ല. ശരി. ലൈറ്റ് ആയിരുന്നു. പിന്നെ എന്തായാലും പുതിയ വണ്ടികൾ അപ്ഡേഷൻ വരും. ഇപ്പൊ പഞ്ചിനൊക്കെ അകത്ത് സ്ഥലം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചേടാ അടിപൊളിയായിരുന്നല്ലോ, പക്ഷെ കുഴപ്പമില്ല. റേഞ്ചും ബാക്കിയെല്ലാം സെയിം ആയതുകൊണ്ട് ഓക്കെയാണ്. ടച്ച് സ്ക്രീൻ കുറച്ച് സൈസാക്കി വയർലെസ് ആയി, 1-2 കാര്യമുള്ളൂ, പക്ഷെ നോ പ്രോബ്ലം. ശരി. അപ്പം അതുപോലെ സർവീസ് കോസ്റ്റ് ഇപ്പോൾ 13,000 രൂപ ഇപ്പം 2-3 തവണയൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ 3ാമത്തെ സർവീസ് കഴിഞ്ഞു. എത്ര രൂപയാകും? 3ാമത്തെ സർവീസിന് അത് ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ വൈപ്പറിൻ്റെ ഒരു ലിക്വിഡ് ഒഴിച്ചു 420 രൂപ. ഇതാണ് 3ാമത്തെ സർവീസ്. കേട്ട കൊതിയാകും കേട്ടോ. പെട്രോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ കൊതിയാകുന്ന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം തന്നെ. 1 രൂപയ്ക്ക് 1 കിലോമീറ്റർ ഓടുന്നു, ഇതുപോലെ 420 രൂപയ്ക്കൊക്കെ സർവീസ് കഴിയുന്നു. അത് തന്നെയാണ് ഭാവി. തീർച്ചയായിട്ടും ഇതാണ് ഭാവി എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ മാരുതിയൊക്കെ വീണ്ടും ഈ സ്ട്രോങ് ഹൈബ്രിഡിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ട്രിക് വണ്ടികളല്ല ഹൈബ്രിഡ് ആയിരിക്കും ഒരു ഫ്യൂച്ചർ എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഹൈബ്രിഡിന് ഇപ്പം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഹൈബ്രിഡിന് ചാൻസ് വളരെ കുറവാണ്. ഇപ്പം ഇനിയുള്ള അപ്കമിങ് ഫ്യൂച്ചർ എന്തായാലും EV, അതിനുശേഷം ചിലപ്പോൾ ഹൈഡ്രജൻ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കാരണം ഹൈബ്രിഡ് നമ്മൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം പെട്രോൾ വണ്ടിയായിട്ട് സെയിമാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യം ചെയ്യാൻ വേണം. അപ്പോൾ എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇനി ഇപ്പോൾ സഫാരി ആയാലും ഇനി അങ്ങോട്ട് ഇപ്പോൾ BMW എല്ലാ വണ്ടിയും ഓൾറെഡി EVയിലേക്ക് ആയി. ഇപ്പോൾ സഫാരി വരികയാണല്ലോ. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ഒരുപാടായി. ശരി. തന്നെ ഇപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ ഇതിലും വില കുറഞ്ഞ ധാരാളം EVകൾ വരാൻ പോകുന്നു. അങ്ങനെ സാധാരണക്കാരനിലേക്ക് EV ഞാൻ എപ്പോഴും പറയുന്നത് മാരുതി EV ആയി കഴിയുമ്പോൾ എല്ലാവരും അതെ. പക്ഷേ ടാറ്റ ശരിക്കും അതിനും പിടിച്ചു. തീർച്ചയായിട്ടും നല്ല രീതി. കാരണം ബിൽഡ് ക്വാളിറ്റി അതിഗംഭീരമാണ്. കാരണം ഇപ്പോൾ ഈ വണ്ടി ആക്ച്വലി 1 ഇയർ ആയെങ്കിലും ഒരു 10-15 തട്ടുമുട്ടുകൾ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല. അതിനകത്ത് ശരിക്കൊരു തട്ട് കിട്ടിയത് മൂന്നാറ് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു ഹെയർ പിൻ എടുക്കണം നേരത്തെ ഒരു KSRTC, അതിൻ്റെ മൂല വന്ന് ആ റൈറ്റ് സൈഡിൽ അടിച്ച്. വേറെ വല്ല വണ്ടിയാണെങ്കിൽ ശരിക്കും ബമ്പർ ഊരിപ്പോരും, പക്ഷേ ഒരു ചെറിയ സ്ക്രാച്ച് പിന്നെ നമുക്ക് ബോണറ്റൊക്കെ തുറക്കുമ്പോൾ അറിയാം രക്ഷയില്ലാത്ത കമ്പനിയാണല്ലോ. അപ്പോൾ എന്നാലും വളരെ ഹാപ്പി കസ്റ്റമർ നമ്മൾ കണ്ടത്. ഒരു കുറ്റവും അങ്ങനെ പറയാനില്ല. ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടിയാഗോയുടെ ഉടമ പറഞ്ഞ കുറ്റങ്ങൾ പോലും ഇതിൻ്റെ ഈ കാര്യത്തിൽ സ്റ്റീവ് പറയുന്നില്ല. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് സ്റ്റീവ്. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. ഇനി വരുമ്പോൾ ഇതിലും വലിയൊരു EVയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാക്ക് പന്നാവട്ടെ. താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആൾ വണ്ടിയോടെ നിൽക്കട്ടെ. പരിചയപ്പെടുന്ന ആൾ നിങ്ങൾക്കെല്ലാം സുപരിതനായിരിക്കും. തന്നെയല്ല വണ്ടികളെ പറ്റി തീർച്ചയായിട്ടും പറഞ്ഞു തരാൻ അറിവുള്ള മനുഷ്യനുമാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പൈലറ്റ് ഓൺ വീൽസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയും അവതാരകനുമൊക്കെ മിസ്റ്റർ റോഷൻ ജോസഫിൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെ യാദൃശ്യമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടുപിടി. ഞാൻ പറഞ്ഞു ഈ വണ്ടി കയ്യിലുണ്ടല്ലോ, വാ നമുക്ക് EVകളെ പറ്റിയുള്ള നമ്മുടെ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ധാരാളം വണ്ടികൾ നമ്മളൊക്കെ ഒരുമിച്ചാണ് പലപ്പോൾ മീഡിയ ഡ്രൈവിനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മിക്കവാറും എല്ലാ വണ്ടികളും ഓടിക്കുന്ന ആളാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിലൊരു ഓടിയൊക്കെ ഉണ്ട് അല്ലേ? ഓടി പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുടുംബം ശോഷിച്ചു എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് 3 സീരീസ് ഇപ്പോൾ ഉള്ളൂ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അത്തരം വണ്ടികളെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് റോഷൻ ജോസഫ് ഈ ഇസഡസ് EV എടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. EV ഒന്ന് നല്ല ഓട്ടോ ഉണ്ട്. അപ്പം നമ്മൾ സേവ് ചെയ്യുന്ന പൈസ, ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞാലും പൈസ സേവ് ചെയ്യാന്നുള്ളൊരു വലിയൊരു ഫാക്ടർ ഉണ്ടല്ലോ വൈദ്യുത. അതാണ് എന്നെ EVയിലേക്ക് എത്തിച്ചത്. പിന്നെ വൺസ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്, അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പം നമ്മൾ EVയിൽ ഭയങ്കര അഡിക്റ്റഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണ്, സ്മൂത്ത് ആണ്, പിന്നെ സേവ് മണി എന്നുള്ളൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അല്ല, എങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ വണ്ടി പ്രാന്തന്മാരെ പറ്റി പെട്രോൾ ഹെഡ്സ് എന്നാണ് വിളിക്കുന്നത് പോലും അല്ലേ? അങ്ങനെയുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വണ്ടിയുടെ സുഖം മനസ്സിലാക്കണമെങ്കിൽ പെട്രോൾ വണ്ടി ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഗണത്തിൽ പെടാവുന്നവരാണ് ആലോചിച്ച നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ഇത് വളരെ നിശബ്ദമായി ഓടുന്ന ഒരു വണ്ടി, അതും ഗിയർലെസ് ആയിട്ടുള്ള വണ്ടി. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ ഒരു എൻതൂസിയാസം ഇതിലുണ്ടോ ഡ്രൈവിങ്ങിൽ? പവർ ഉണ്ട്. ഇനീഷ്യൽ പവർ വെച്ചാൽ അറിയാലോ, നമ്മൾ ഇലക്ട്രിക് കാർസിലെല്ലാം നമുക്ക് കിട്ടുന്ന ഇനീഷ്യൽ ടോർക്കാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സാധനം. സൗണ്ടാണ് പിന്നെ ആൾക്കാർ മിസ് ചെയ്യുന്നത് ഒരു സാധനം. നമ്മളിപ്പം ഒരു സ്പോർട്സ് കാറൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ഏത് ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും സൗണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു സാധനം. സൗണ്ട് ഇല്ല എന്നുള്ളൊരു കുറവ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഫോണോ ഒക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഓഫീസ് പോകുന്ന സമയത്ത്. അതിനൊക്കെ എനിക്ക് തോന്നുന്നത് ബെസ്റ്റാണ്. കാരണം വേറെ ശല്യങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ EV. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു 20,000 കിലോമീറ്ററായി. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? ഇപ്പോൾ ഒരു വർഷം ആവണം. 20,000 കിലോമീറ്ററായി. ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് വൺസ് യു സ്റ്റാർട്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു EV
ഒരു അപ്പോൾ നമ്മളിപ്പോൾ 2-3 പേരോട് സംസാരിച്ചവർക്ക് ഇത് തന്നെയാണ് പറഞ്ഞത്, ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇതിലേക്കാണ് എത്തുന്നത്. എങ്കിൽ പോലും MG എന്തുകൊണ്ട്? കാരണം വെച്ചാൽ വേണമെങ്കിൽ ഹ്യുണ്ടായി കോനയൊക്കെ ഈ ആ ഒരു സമയത്തുണ്ട്. അപ്പോൾ MG എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നൊരു കമ്പനിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഈ ZS EV എടുക്കാൻ കാര്യം എന്താ? ഒന്ന് നമ്മൾ ഇപ്പം 4 വർഷമായി, എനിക്ക് 4-4.5 വർഷമായി MG ഉണ്ടായിട്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഡീലർ ജിമ്മിയും ഒക്കെ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ആ ഒരു ധൈര്യം ആയിരുന്നു എന്നെ MG തിരിച്ചെടുത്തോളം ധൈര്യം. അതെ, അതാണ് ഒരു ധൈര്യം ഉണ്ട്. അത് പിന്നെ നമ്മൾ ജിമ്മിയുടെ വീടുകളിലൊക്കെ ഇത് അല്ലേ ധാരാളം എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ലായിരിക്കുമല്ലോ അവരെടുക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെയുള്ളത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉപയോഗിച്ച് അന്ന് ആദ്യകാലങ്ങളിൽ എടുത്ത ആളുകളാണ്. അന്ന് കുറച്ചും കൂടി റേഞ്ച് കുറവായിരുന്നു, അതിനുശേഷം ബാറ്ററി പാക്ക് കൂട്ടിയല്ലോ. അപ്പോൾ പിന്നെ ബാറ്ററി പാക്ക് കൂട്ടി, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അങ്ങനെ അവർ 4 വർഷം ഉപയോഗിച്ചിട്ട് എല്ലാവരും അവർ നല്ലത് പറയും. നമ്മുടെ കൂടെയുള്ളൊരു ഓട്ടോ ജയദേവ് തന്നെ പറഞ്ഞ് എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അപ്പോൾ എത്ര രൂപയായി ഇത് ഓൺ റോഡ്? അതാണ് വേറൊരു കാര്യം. അന്ന് ഞാൻ എടുക്കുമ്പോൾ 25, ഞാൻ ടോപ്പ് എൻഡിലേക്ക് പോയില്ല. എനിക്ക് സൺറൂഫ് അങ്ങനെ വലിയ, ഞാൻ സൺറൂഫിൻ്റെ ഫാനല്ല. അപ്പം സൺറൂഫ് ഇല്ലാത്തൊരു മോഡൽ അല്ലെങ്കിൽ ഒരു വേരിയൻറ്റ് വന്നത് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തു. അന്ന് 25 രൂപയോളം ആയി. പക്ഷെ ഇപ്പോൾ വില കുറഞ്ഞില്ലേ? 22 രൂപയ്ക്ക് ഇപ്പം കിട്ടും. ജിമ്മി എടുത്ത പോലായി. 2 ലക്ഷം കുറഞ്ഞു, ഒരു മയോ 3 ലക്ഷം രൂപ കുറഞ്ഞു. പക്ഷെ അതിലും താഴെ ഒരു വേരിയൻറ്റും കൂടെ ഇപ്പോൾ വന്നു. പക്ഷെ അതിനെന്തോ എനിക്ക് തോന്നുന്നത് ചാർജർ കണ്ട് കൊടുക്കില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ വന്നല്ലോ അല്ലേ? അതിന് 30 ലക്ഷത്തിന് മുകളിൽ പോകും. അല്ല ഇപ്പോൾ പക്ഷെ അതും കുറഞ്ഞു കാണും, ഒരു 2 ലക്ഷം രൂപ. പക്ഷേ ഇപ്പോൾ ഒരു കറക്റ്റ് പ്രൈസാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്ട് 20 ലക്ഷം രൂപ. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ശരിക്കും റേഞ്ച് ഞാൻ മറന്നുപോയി. എത്രയാണ് ഒരു റേഞ്ച് കമ്പനി പറയുന്നത് 440 ആണ്. ഇപ്പോൾ വരുന്ന പേര് 50 കിലോവാട്ട്, 50.3 കിലോവാട്ട് ആണ്, 440 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കിട്ടുന്ന ഒരു 360 എന്തായാലും 350 എന്തായാലും കിട്ടും. അത് മോശമല്ല പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒന്ന് ലോങ് പോയത് ബാംഗ്ലൂർ പോയി. അന്നേരമാണെങ്കിൽ ഒരു 340, കാരണം ഹൈവേയിലാകുമ്പോൾ നമ്മൾ ആ റീജനറേഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് 340 ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ടൗണിലാണെങ്കിൽ 350, 360 കിട്ടും. ചാർജിങ് എങ്ങനെയാണ് സാധാരണ? സ്ലോ ചാർജറാണോ ഫാസ്റ്റ് ചാർജറാണോ ചെയ്യാറുള്ളത്? എനിക്ക് തോന്നുന്നത് ഈ ബാംഗ്ലൂർ പോയപ്പോഴാണ് ഒരു ഫാസ്റ്റ് ചാർജിങ് പുറത്ത് പോയി ചെയ്യേണ്ട ഒരു അവസരം വന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം തന്നെ വീട്ടിലാണ് ചെയ്യുന്നത്. വീട്ടിൽ 7.2 കിലോവാട്ടിന് അവർ തന്നിരിക്കുന്ന ഒരു ചാർജറുണ്ട്. അതിൽ തന്നെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എത്ര നേരം എടുക്കാറുണ്ട് അതിന്? അത് ഒരു 7 to 8 hours. ഞാൻ രാത്രി കുത്തിയിട്ടിട്ട് രാവിലെ ആകുമ്പോൾ ഒരാറാണ് പതിവ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം വാഹനം ഓടിക്കുമ്പോൾ റേഞ്ച് ആങ്സൈറ്റിയാണ്. അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ അത് അനുഭവിച്ചോ? ആക്ച്വലി എനിക്ക് അന്ന് ഞാൻ ഈ സിയോൺ, ഞാൻ അധികം പുറത്ത് ചാർജ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അന്ന് സിയോൺ മാത്രമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അങ്ങോട്ട് പോയപ്പോൾ അതുകൊണ്ട് സിയോൺ തപ്പിയാണ് പോയത്. അതൊരു വലിയ പ്രശ്നമായിരുന്നു. സിയോൺ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ട കാര്യം, ആപ്പ് വെച്ചിട്ട് ആപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോഴാണ് അറിഞ്ഞാൽ വേറെ ഒരുപാട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് വന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് കിട്ടും. നമുക്ക് പല കമ്പനീസ് ഉണ്ടല്ലോ, ആ കമ്പനീസിൻ്റെ എല്ലാം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കോഫി ഷോപ്പുണ്ട്. അപ്പോൾ ചിലവ് കൂടുതലല്ലേ? പക്ഷേ റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ ചായ കുടിക്കും. ചായ മാത്രം കുടിച്ചാൽ വീട്ടുകാരോടൊക്കെ പറയും ചായ മാത്രം. പക്ഷെ കംഫർട്ടബിൾ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു, കാരണം അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ പോകുമ്പം എല്ലാ ചാർജിങ് സ്റ്റേഷൻസിനും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. റേറ്റ്സും വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യം ഈ EV-കൾ ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻഡായിട്ട് പോകണം, അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, പ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മണിക്കൂർ ഈ പ്ലാൻഡ് എവിടെയാണ് ചാർജിങ് സ്റ്റേഷൻ എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു പ്ലാനിങ് മാത്രമേ. പിന്നെ നമ്മൾ 5 മണിക്കൂറിന് എത്തേണ്ട സ്ഥലത്ത് സാധാരണ പെട്രോൾ വണ്ടി ഇടയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഇതാകുമ്പോൾ 6 മണിക്കൂർ മനസ്സിൽ കാണണ്ടേ? പക്ഷെ ഭക്ഷണം കഴിക്കാൻ നിർത്തപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് 8 മണിക്കൂറിന് ഞാൻ ബാംഗ്ലൂർ എത്തിയത്. ആ ഒരു മണിക്കൂർ എനിക്കൊന്ന് 1/2 മണിക്കൂർ എനിക്ക് വേണ്ടി വന്നുള്ളൂ. കാരണം ആ ചാർജ് ചെയ്യുന്ന സമയം അവിടെ തന്നെ ഞാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ചിലവും കുറഞ്ഞു, ചപ്പാത്തി കറിയും കഴിച്ച് ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. മൊത്തത്തിൽ ലാഭകരമായി ചെയ്തതാണ് അല്ലേ? എത്ര രൂപയാണെന്നൊരു കിലോമീറ്ററിന് നോക്കിയിട്ടുണ്ടോ? എനിക്കൊരു 1-1.5 രൂപ. 1.5 രൂപയ്ക്ക് താഴെയുണ്ടോ? താഴെയുണ്ട്. കാരണം ഇത് ഞാൻ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് 1 കിലോവാട്ട് അവർ 8 രൂപ അങ്ങനെയാണ്ട് അല്ല, അങ്ങനെയല്ല, അറിയാലോ പറയുന്ന കാര്യമില്ല. 1 കിലോവാട്ട് അവർ 8 കിലോമീറ്ററാണ് പോകും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 1-1.5 രൂപ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജെമിനിയുടെ പോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ 8 കിലോമീറ്റർ, ഇതൊരു കിലോ വാട്ടിലാന്നേ ഉള്ളൂ ആ വ്യത്യാസം. പക്ഷെ ജിമ്മി വേറെ ലീഗൽ ലെവലാണ്. അപ്പോൾ ഹാപ്പിയാണോ? ഒരു ഔട്ട് ഓഫ് 10 എത്ര പോയിന്റ് കൊടുക്കുമായിരിക്കും ഈ ഒരു വണ്ടിക്ക്? ഞാൻ എൻ്റെ വണ്ടിക്ക് മാത്രമല്ല, ഒരു EV എക്സ്പീരിയൻസിന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനൊരു 7 കൊടുക്കും. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പെട്രോ ഹെഡ്സ് എന്ന് പറയുന്ന പോലെ ഒരു ഭയങ്കര
ഞാനങ്ങനെ ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കേണ്ട സമയത്ത് നമ്മൾ സ്പീഡിൽ ഓടിക്കും, എന്തെങ്കിലുമൊക്കെ ഗെയിമിങ്സ് കാണിക്കേണ്ട സമയത്ത് നമുക്ക് കാണിക്കാം എന്നുള്ളതല്ല. ഡെയിലി ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു വണ്ടി കിട്ടിയ ഉടനെ പൊളിച്ച് അടുക്കി നടക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പോക്കറ്റ് വലിയ കാലിയിൽ എനിക്ക് കറണ്ട് ബില്ലാണെങ്കിലും വലിയ കാര്യമായിട്ട് വരുന്നില്ല. ചാർജിങ് അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മിനിമം ഒരു 2000 കിലോമീറ്റേഴ്സ് എങ്കിലും ഒരു മാസം ഓടാത്ത ഒരാൾ ഇതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കടപ്പെടേണ്ടി വരും. വലിയ ലാഭമൊന്നും ഇല്ലാതെ. അതുപോലെ എപ്പോഴും ഒരു ആശങ്ക, ഇതിപ്പം നമ്മൾ EV വാങ്ങിക്കുന്നവരോട് എന്തുകൊണ്ട് വാങ്ങിക്കാനിരിക്കുന്നവരൊക്കെ മടിച്ചു നിൽക്കാനും കാരണത്തിൽ ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ഒരു വാറണ്ടി പീരീഡ്, ഗ്യാരണ്ടി, പിന്നെ അത് വാങ്ങിക്കുകയാണെങ്കിൽ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും. അത്തരം ആശങ്കകളൊന്നും EV ഉപയോഗിക്കുന്ന നിങ്ങൾക്കൊന്നും ഇല്ലേ? എനിക്കില്ല. അപ്പം നമ്മൾ എല്ലാ EVകൾക്കും നമ്മൾ പ്രസ് മീറ്റും ഒക്കെ കാണുന്നതാണല്ലോ. 8 ഇയേഴ്സ് ഒന്നും പേടിക്കാനില്ല, അവരെങ്ങനെയാണെങ്കിലും അത് മാറ്റി തരും. 8 ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പഴയതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വില പഴയതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ലോവർ. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഏത് വണ്ടി എടുത്താലും ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ടാറ്റ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വില കുറച്ചത് അവരുടെ ബാറ്ററിയുടെ വില കുറഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ MGയും വില കുറയ്ക്കാൻ കാര്യം. മുന്നോട്ട് പോകുമ്പോൾ 8 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ വളരെ ചീപ്പായിട്ട് ബാറ്ററി റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടായേക്കാം. ആ ഒരു റിസ്ക് എടുത്തു, കാരണം ഇപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ EVകൾ എന്ന് പറയുന്നത് പെട്രോൾ ഹെഡ്സിൻ്റെ ഒരു പറ്റുന്നതല്ല എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ, അത് മാറ്റുന്ന ആളാണ് റോഷൻ. കാരണം റോഷൻ എപ്പോഴും പലതരം വാഹനങ്ങൾ നമ്മളൊക്കെ ഈ ട്രാക്കുകളിലുമൊക്കെ ഏറ്റവും പെർഫോമൻസ് ബേസ്ഡുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും EV ഒരു കുറ്റവും പറഞ്ഞില്ല. ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും EVയിൽ വളരെ ഹാപ്പിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെയല്ല ഈ വളരെ 1.5 രൂപയ്ക്ക് ഓടാൻ പറ്റുന്ന ബൈക്കിന് പോലും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. 1.5 രൂപ താഴെ 1 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ മുന്നിൽ സർവീസ് കോസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതുമില്ല. അത് ഞാൻ ചോദിക്കാൻ പറ്റും, സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ എൻ്റെ 15,000 സർവീസിന് കൊടുത്തിപ്പോൾ 18,000 എനിക്ക് വന്നത് 360 രൂപ. സത്യമാണ് കേട്ടോ, 360 രൂപ. എനിക്ക് 360 രൂപ, കറക്റ്റ് 360 രൂപ. ഞാൻ വണ്ടി കഴുകിച്ചൊന്നുമില്ല, എനിക്ക് വണ്ടി പുറത്ത് കൊടുത്ത് കഴിക്കാൻ അങ്ങനെ. ഞാനിപ്പോൾ സർവീസിന് കൊടുത്താലും വണ്ടി കഴുകിക്കില്ല. കഴുകുന്ന ഞാൻ തന്നെ സമയം ഉണ്ടെങ്കിലേ കഴുകില്ല. ഞാൻ കഴുകാറില്ല, സർവീസിനും കൊടുത്താലും കഴിക്കില്ല, ഞാനും കഴിയില്ല. ബൈജറിനെ കാണുന്ന പറഞ്ഞാൽ ഞാൻ വണ്ടി കഴുകി കൊണ്ടുവന്നേനെ കേട്ടോ. പക്ഷേ ഞാൻ സർവീസ് സെന്ററിൽ കൊടുക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് വരുമായിരിക്കും. പക്ഷെ എനിക്ക് 360 രൂപ വന്നുള്ളൂ. അതൊരു സന്തോഷത്തിന്റെ വേറൊരു ഭാഗമാണ്. ഞാൻ BMW എടുത്തിട്ട് വെറുതെ കൊണ്ട് കാണിച്ചപ്പോൾ 1,40,000 രൂപ കാണിച്ചു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാമെന്ന് ചോദിച്ചപ്പോൾ 1,40,000. ഞാൻ പറയണം, ആ ഒരു അവസ്ഥയിൽ നിന്നും അതെ നല്ല വിലയുള്ള വണ്ടിയല്ലേ ഇതൊക്കെ. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല സർവീസ് കോസ്റ്റ് വരാവുന്ന സർവീസ് കോസ്റ്റ് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എന്തായാലും EVകൾ മോശമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി നമ്മൾ ഒരാളെ കൂടെ 4 പേരെ കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് റോഷൻ. താങ്ക് യു വെച്ചിട്ടാ. അപ്പം നമുക്ക് അടുത്ത മീഡിയ ഡ്രൈവിന് കണ്ടുപിടിക്കാം. താങ്ക് യു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് വന്ന EV കമ്പനികളൊന്നാണ് BYD, ബിൽഡ് യുവർ ഡ്രീം എന്നാണ് ഈ കമ്പനിയുടെ പേര്. ചൈനയാണ് ആസ്ഥാനം. പക്ഷേ ചൈനയിലെ വമ്പൻ കമ്പനിയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം EVകൾ വിൽക്കുന്ന കമ്പനി BYD ആണ്. അതായത് ടെസ്ലയെ പോലും തോൽപ്പിച്ചുകൊണ്ട് BYD നമ്പർ 1 ആയിരിക്കുകയാണ്. അങ്ങനെയുള്ള BYD അറ്റോ 3 എന്ന ഏറ്റവും പുതിയ മോഡലിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? ഋത്തിക്. എന്ത് ഋത്തിക്? ഞാനൊരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. എറണാകുളത്ത് ഓഫീസൊക്കെ. പേരെന്താ കമ്പനി? റിച്വൽസ് വെഡിങ് കമ്പനി. റിച്വൽസ്. എവിടെ സ്ഥലം? എവിടെയാണ്? പലരുട്ടുണ്ട്. ശരി. അപ്പോൾ ഇത് കല്യാണ വീഡിയോകളുടെയും ഫോട്ടോകളുടെയും ഓട്ടത്തിനായിട്ടാണോ പ്രധാനമായിട്ടും? ഞാനിപ്പം മെയിനായിട്ട് പോകാറില്ല. പക്ഷേ ഇവരുടെ തന്നെ 2 വണ്ടിയുണ്ട്, E6 ഉണ്ട്, ഇതും ഉണ്ട്. ശരി. അപ്പോൾ E6 കല്യാണ ഓട്ടത്തിനൊക്കെ പോകാറുണ്ട്. ഇപ്പം ബാംഗ്ലൂർ പോകാറുണ്ട്, ചെന്നൈ പോകാറുണ്ട്, ട്രിവാൻഡ്രം പോകാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും ഞാൻ തിരക്കുള്ള ദിവസങ്ങളിൽ ഞാനും വർക്കിന് പോകും. ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിലിറ്റി ഇല്ലാത്ത ദിവസം അന്ന് എടുക്കാറുണ്ട്. ശരി. അപ്പം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളാരും അധികം കേട്ടുള്ള ഒരു കമ്പനി ആയിരിക്കാൻ സാധ്യതയില്ല ഇവിടെ വന്ന സമയത്തൊന്നും. അപ്പോൾ ധൈര്യമായിട്ട് ഇവരുടെ 2 മോഡൽ എടുക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും? ഞാൻ ആദ്യം E6 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു 10 കസ്റ്റമേഴ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ എടുക്കാൻ നേരത്ത് എനിക്ക് ആദ്യം കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇല്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ എത്തിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ച് നോക്കി ഡ്രോപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ആ ടൈമിൽ ഒരു 1.5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് ഈ ഇത്രയും റേഞ്ചുള്ള വണ്ടി, ഇത്ര കിലോമീറ്റർ വാറണ്ടി ഉള്ള വണ്ടിയൊന്നും വേറെ ഇല്ല. പിന്നെ ഫുൾ റിസ്കിൽ എടുക്കുന്ന സമയത്തും. പക്ഷേ ഇതിനെപ്പറ്റി കമ്പനീനെ പറ്റി മൊത്തം ഹിസ്റ്ററി പഠിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ബാറ്ററി ടെക്നോളജി, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പം പെട്ടെന്ന് ഇന്ത്യയിൽ വലിയൊരു ഷെയർ ഉള്ള ഒരു കമ്പനി പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ എന്തായാലും എടുക്കാം പോയതാണ്. E6 ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഇഷ്ടപ്പെട്ടത് കൂടുതൽ? ഒരു പെർഫോമൻസ് വെഹിക്കിളാണെങ്കിൽ അറ്റോ 3, അതല്ല ഒരു സ്പേസ്, ഒരു യൂട്ടിലിറ്റി വെഹിക്കിള്, അത് E6 തന്നെ. E6 എന്ത് റേഞ്ച് കിട്ടുന്നുണ്ടാവും?
E6 കമ്പനി പറയണ 500 ആണ്. ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഓടിക്കുകയാണെങ്കിൽ 650 പ്ലസ് കിട്ടുന്നുണ്ട്. 650 പ്ലസ് കിട്ടുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഓടിച്ചാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആലപ്പുഴ എറണാകുളം ഹൈവേയിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു 50 to 60 റേഞ്ചിൽ റീജനറേഷൻ പ്രോപ്പറായിട്ട് എടുത്ത് ഞാൻ ഒരാൾ മാത്രം അപ്പം ഡ്രൈവിലിരിക്കണം. ആലപ്പുഴ ടു എറണാകുളം വരുമ്പോൾ ഒരാൾ ഇരുന്നിട്ട് ഫാൻ സ്പീഡൊക്കെ സിംഗിൾ ഇട്ട് AC ഇതാക്കി ഇട്ടിരുന്ന എനിക്ക് അത്രയും വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 9.7 കിലോവാട്ടിൻ്റെ താഴെ കൺസപ്ഷനിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതായത് 500 കിലോമീറ്റർ കമ്പനി പറയുന്നത്, എന്നിട്ട് 650 കിട്ടാന്ന് സാധാരണ ഇതിൽ വെറുതെ ഓടിച്ചപ്പോൾ 550 കിട്ടും. ഒരു 70 ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. വേണം ഞാൻ ഓടിച്ചാണ്. ഇതിനു മുമ്പ് ഒരു റിവ്യൂ പറഞ്ഞപ്പോഴും എൻ്റെ താഴെ കമന്റിൽ വെറുതെ തള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കൺസെപ്ഷൻ കാണാൻ പറ്റും. ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര യൂണിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ കമ്പനി ഒന്നും അല്ലല്ലോ. അല്ല, മീൻസ് ഇത് വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പൊ ഒരു ട്രാഫിക്കൊക്കെ കാണുമ്പോൾ നേരത്തെ ബ്രേക്ക് പിടിക്കാതെ നമ്മൾ കാലെടുത്ത് മാറ്റി വെക്കുക. മാക്സിമം റീജനറേഷൻ അവിടുന്ന് എടുക്കുക. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു 100 പോകാനാണെങ്കിൽ ഒറ്റയടിക്ക് 100 എത്തിക്കാതെ പതുക്കെ 100 എത്തിച്ചാൽ മതി. കിലോവാട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമ്മൾ 45 കിലോവാട്ട് എടുത്ത് ഒരു 20 സെക്കൻഡ് കൊണ്ട് 100 എത്തിക്കണതും നമ്മളൊരു 15 കിലോവാട്ട് എടുത്ത് എത്തിക്കണമെങ്കിൽ 15 കിലോവാട്ട് കൺസപ്ഷൻ വരുന്നുള്ളൂ. അതാണ് EV ഓടിക്കേണ്ട ഒരു രീതിയുണ്ട്. EV നമ്മൾ സാധാരണ വണ്ടികൾ ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചാൽ ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകും അതിൻ്റെ റേഞ്ചൊക്കെ. പക്ഷേ ഈ ഒരു രീതി തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്പീഡിൽ ചവിട്ടി കുത്തി ഓടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു 450 കിട്ടുള്ളൂ. അതല്ലാതെ ഒരു 100, 110 ഓടിച്ച് 450, 430 ഒക്കെ കിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ഓടിച്ചാൽ ഞാൻ അതിൻ്റെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി മാക്സിമം ഞാൻ ഓടിച്ചു നോക്കി. എങ്കിൽ പോലും മറ്റ് പല വണ്ടികളും അവകാശപ്പെടുന്നതിനേക്കാളും കൂടുതൽ കൂടുതലും കിട്ടും. എനിക്ക് പണ്ട് ടാറ്റയുടെ ടിഗോർ ഉണ്ടായിരുന്നു. അപ്പോഴും അവരെത്ര പറയണം അതിനേക്കാൾ ഒരു 80 അല്ലെ 70 ഡൗൺ ആണ്. അത് കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ളൂ. ശരിയാണ്. അത് തന്നെയാണ് ഇതിന് ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണെന്ന് മാത്രമല്ല, മാരുതിയുടെ ഏറ്റവും പുതിയ EV6 വരുമ്പോൾ അതിലുപയോഗിക്കുന്നത് BYDയുടെ ബാറ്ററിയാണെന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനിയാണ്. ഇപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയ മോഡൽ മാർച്ച് 5 ലോഞ്ച് ചെയ്യാണ്. സീൽ എന്നാണ് അതിൻ്റെ പേര്. 50 ലക്ഷം രൂപ വില വരുന്ന ഒരു കിടിലൻ ലുക്കുള്ള ഒരു സെഡാനാണ്. അത് രസമുള്ള സാധനമാണ്. അപ്പം ഇപ്പം എത്ര രൂപ വെച്ച് ഒരു കിലോമീറ്ററിന് ഓടാനായിട്ടാകുന്നുണ്ടെന്ന് അങ്ങനത്തെ ഒരു കോസ്റ്റ് ഞാൻ നോക്കിയില്ല. വീട്ടിൽ ഓൾറെഡി ഫുള്ള് സോളാറാണ്. ശരി, എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും എനിക്കൊന്ന് പറയുന്നത് കേട്ടിട്ട് 1 രൂപയിലും താഴെയാണ്. 1 രൂപയിൽ ഇറ്റ്സ് ഡിപ്പെൻസ്. ഇത് മൊത്തത്തിൽ കിലോമീറ്റർ എടുത്തിട്ട് നോക്കാനാണെങ്കിൽ ചിലപ്പോൾ 1 രൂപയുടെ മേളിൽ പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിപ്പം സോളാർ ഇല്ലാത്തവരാണെങ്കിൽ യൂണിറ്റിന് 10 രൂപ വരെ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി പുറത്തോണ്ട് ചാർജ് ചെയ്തില്ലേ, പുറത്തോണ്ട് ചാർജ് ചെയ്യുമ്പോൾ 27 രൂപയിൽ 38 രൂപ വരെ യൂണിറ്റിന് വരുന്നുണ്ട്. ഓരോ കമ്പനി അനുസരിച്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു ഇയർലി എത്ര ഓടി, എത്ര അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തു ഡിവൈഡ് ചെയ്താലല്ലേ ഇതിൻ്റെ വാല്യൂ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് കുത്തിയിടുന്ന വെച്ചിട്ട് ഒരിക്കലും വാല്യുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണ്? ഇതിപ്പം കമ്പനി പറയണ 500 ആണ്. സെയിം ഇതിൻ്റെ അകത്തൊരു 480 ഒക്കെ കാണിക്കുന്നുണ്ട്. സെയിം 500 കിട്ടും ഇതിന്. പക്ഷേ ഇത് സ്പോർട്സ് മോഡൽ ആയതുകൊണ്ട് ഡ്രോപ്പ് നല്ലപോലെ ഉണ്ട്. നല്ല സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 380, 400 കിട്ടും. മര്യാദ ഓടിച്ചാൽ 520, 560 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ E6 എത്ര രൂപയായിരുന്നു ഓൺ റോഡ് ആയപ്പോൾ? E6 ഓൺ റോഡ് എനിക്ക് വന്നൊരു 33, 34 സംതിങ് എത്രയാണ്. ഇതിന് എക്സ്ഷോറും മാത്രം 34 ഉണ്ട്. ഓൺ റോഡ് 36, 37 സംതിങ് എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ EV വാങ്ങിക്കാത്ത എന്തുകൊണ്ട് എന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കുറേ ആശങ്കകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇത്രയും വില കൊടുത്ത് 70 ലക്ഷം രൂപ 2 വണ്ടിക്കായിട്ട് കൊടുത്തൊരു അവസ്ഥയിൽ എന്തുകൊണ്ട് ആ ഒരു ആശങ്ക ഉണ്ടായില്ല? അതൊരു കാൽക്കുലേഷൻ ആണ്. ഒരു വലിയൊരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 2 വണ്ടി ഓടി ഒരു 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ആയി കഴിയുമ്പോൾ ഒരു 2 വണ്ടി എടുക്കാനുള്ള കാശ് വേറെ കിട്ടും. ഇപ്പോൾ E6ൻ്റെ മാത്രം കാര്യം നോക്കാം. E6ൻ്റെ കമ്പനി പറയണ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം കിലോമീറ്ററാണ് ബാറ്ററിയുടെ. വണ്ടിക്ക് 1.5 ലക്ഷം കിലോമീറ്റർ കണ്ടുള്ളൂ. 5 ലക്ഷം അവിടെ നിന്നോട്ടാ. ഇനി ആ ഒരു വണ്ടി പോണ ഒരു സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് അതേ റേഞ്ചിലുള്ളൊരു വണ്ടിയിൽ എടുക്കാൻ പറ്റും. സെയിം കമ്പാരിസൺ വിത്ത് ഇന്നോവ. ഇന്നോവയിലേക്ക് ഒരു ഇന്നോവയുടെ എക്സ്ഷോറൂം പ്രൈസ് എനിക്ക് തോന്നുന്നൊരു 26 ലാക്സിൻ്റെ അടുത്ത് വരുന്നു. ഇതിൻ്റെ എക്സ്ഷോറൂം 29. ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഒരു റേറ്റ് വരും. ആ വണ്ടി ഒരിക്കലും 5 ലക്ഷം കിലോമീറ്റർ ഓടില്ല. ടൊയോട്ടയുടെ വണ്ടി 5 ലക്ഷം കിലോമീറ്റർ ഓണെങ്കിൽ 2 വണ്ടി എടുക്കണം. അപ്പോൾ ഏകദേശം 50 ലാക്സ് ആയി. 5 ലക്ഷം കിലോമീറ്ററോടെ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ഫ്യൂവൽ വെച്ചിട്ട് ഒരു 50 ലക്ഷം രൂപ വേറെ വേണം. അപ്പോൾ 1 കോടി രൂപ ആ വണ്ടി 5 ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണം. ഇനി ഓടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തുമില്ല. ചില സമയത്ത് ഈ വണ്ടി 5 ലക്ഷം കിലോമീറ്റർ ഓടാൻ ഒരു 32 ലക്ഷം രൂപ, പിന്നെ 1 കിലോമീറ്റർ 2 രൂപ വെച്ച് കൂട്ടിക്കോ.
എന്നാൽ പോലും 5 ലക്ഷം കിലോമീറ്ററോളം 10 ലക്ഷം രൂപയുടെ കറണ്ട് പോയിട്ട് ആക്കി പോയി കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ കിട്ടുമ്പോൾ അതൊക്കെ ഒരു 50 ലക്ഷം രൂപയല്ലേ റിട്ടേൺ കിട്ടണം. ഇതാണ് ഓട്ടോ ഉള്ള ഒരാൾക്ക് ഇലക്ട്രിക് വാഹനം കൊണ്ട് ഇത്ര റേഞ്ച് ഉള്ളൊരു വണ്ടി കൊണ്ട് കിട്ടണ ലാഭം. ഞങ്ങൾക്ക് കണക്കാട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത്, കണക്കിന്റെ ആശാനാണ് കേട്ടോ. കാര്യം പഠിച്ചിട്ട് തന്നെ അല്ല, ഞങ്ങളിത് വണ്ടി ഇത് എടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വർക്കിന് പോകുമ്പോൾ വെഡിങ്ങിന് കസ്റ്റമർ ഞങ്ങൾക്ക് കിലോമീറ്ററിന് 10 റുപ്പി 12 റുപ്പി വെച്ച് കിട്ടും. ഞങ്ങൾക്കിത് ഓടുന്നത് ഈ വണ്ടിയുടെ പുറത്തുള്ള അസറ്റിലേക്കാണ് പോണത്. പെട്രോൾ നമ്മൾ കത്തിച്ചാ പോണത്. നമ്മളിപ്പം ഒരു 1000 കിലോമീറ്റർ ഓടാൻ വേണ്ടി കസ്റ്റമറിന്റെ അടുത്ത് 10,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അത് കത്തിപ്പോണ കാശ്. ഇത് പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്ന കാശാ. ഇതിന്റെ അകത്ത് ഞങ്ങൾക്ക് ഡിപ്രിസിയേഷൻ എടുക്കാം, മറ്റേ ഇൻകം ടാക്സ് അടയ്ക്കാൻ നേരത്ത്. മീൻസ് ഒരു ബിസിനസ് ചെയ്യണവർക്ക് ഒരു 500 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് തികച്ചും ലാഭകരമാണ്. ഇതിന്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് BYD-യുടെ? ഒരു 2,500 അത് വിത്തൗട്ട് ഈ വീൽ അലൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒരു 10,000 മാക്സിമം വന്ന റേറ്റ് ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ ടയർ പെട്ടെന്ന് BYD-യുടെ തേയും ആണല്ലേ. എത്ര വരെയൊക്കെ കിട്ടുന്നുണ്ടാവും? ഒരു 50 മാക്സിമം പ്രതീക്ഷ മതി. 50 കിട്ടാത്തവരും ഉണ്ട്. അത് പ്രോപ്പറായിട്ട് വീൽ റൊട്ടേഷൻ ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്നവരുള്ളൂ. അല്ലാത്തവരൊക്കെ 30 മാറിയവരാണ് ഓൾമോസ്റ്റ് എല്ലാം. ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ഇല്ല വണ്ടിക്ക്. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. ഞങ്ങളൊക്കെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ താമസിച്ച് ചെന്നാലോ അല്ലെ ചാർജ് ചെയ്യാൻ പറ്റാതെ ഇതൊക്കെ ഭയങ്കര പ്രശ്നം ഫേസ് ചെയ്യും. പക്ഷേ ഈ വണ്ടി കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പണ്ട് ടാറ്റ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ 70% ചാർജ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ഫസ്റ്റ് ടിഗോറാണ് കേട്ടോ. അവർ കുറ്റം പറഞ്ഞ കാര്യമില്ല, ചെയ്ത സമയമാണ്. അപ്പം എടുത്ത സമയത്ത് 70 ഇരിക്കുമ്പോൾ ചിലപ്പം വർക്ക് കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴായിരിക്കും, കല്യാണം കഴിഞ്ഞ് കയറാൻ പോകുമ്പോഴായിരിക്കും കാണിക്കണം 0, വണ്ടി ഓണാകത്തില്ല, അല്ലെ 10% ഉള്ളൂ എന്നൊക്കെ. വണ്ടിക്കകത്ത് ബാറ്ററി ഉണ്ട്, പക്ഷെ എടുക്കാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഇനിയിപ്പോ തുടർന്നും മുന്നോട്ട് EV തന്നെ ആയിരിക്കും ഉപയോഗിക്കുക? ഇവ തന്നെയാണ് ഞാൻ സീല് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. അത് ശരി, 3ാമത്തെ BYD ബുക്ക് ചെയ്തിരിക്കണം. അതൊരു സംഭവമാണല്ലോ. ബുക്ക് ചെയ്തിട്ടുള്ളൂ, അതിന്റെ വില അനൗൺസ് ചെയ്തിട്ടില്ല ഇതുവരെ. പ്രോപ്പർ 50-60 അടുത്തൊക്കെ ഓൺലൈൻ പറയണം. 50-60 ഒക്കെ ആണെങ്കിലും മാക്സിമം എടുക്കാനാണ് നോക്കണം. അപ്പോൾ അതെ, യാതൊരു ആശങ്കകളും ഇല്ലാത്തൊരു EV ഓണറിനെ നമ്മൾ കണ്ടത്. നമ്മൾ സാധാരണ EV വാങ്ങിക്കാത്ത എന്തെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ കുറേ ആശങ്കകൾ പറയും. ഇവോൾവിംഗ് ടെക്നോളജിയാണ്, അത് ഇനി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, ബാറ്ററിയുടെ പ്രശ്നങ്ങൾ, റേഞ്ച് ആങ്സൈറ്റി, ഇത് എന്നിട്ട് 3ാമത്തെ വണ്ടി അതും BYD എടുക്കുന്നുള്ളൂ. BYDയെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഒരു അംഗീകാരമാണ്. അതുപോലെ തന്നെ EV വാങ്ങിക്കാൻ പേടിച്ച് നിൽക്കുന്നവർക്ക് വലിയൊരു പുഷാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിനി സീലുമായിട്ടായിരിക്കും വീണ്ടും കാണാൻ പോകുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ 4 EV ഓണേഴ്സിനെയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഏറ്റവും അവസാനം സംസാരിച്ച ആളെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, എത്രത്തോളം കൃത്യമായൊരു കണക്കൂട്ടലാണ് ഈ ഒരു EV ഉപയോഗിച്ച് തുടങ്ങിയൊന്ന് 3ാമത്തെ EVയിലേക്ക് എത്തി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു പ്രായത്തിൽ പോലും അത്രയധികം കണക്കൂട്ടലോടുകൂടി ജീവിക്കുന്ന ഒരാളാണത്. അങ്ങനെയുള്ളവരെല്ലാം കാര്യമായ രീതിയിൽ ലാഭം നേടുന്നുണ്ട് EVയിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇതുകൊണ്ട് നമ്മൾ നിർത്തുന്നില്ല, നമ്മൾ 1-2 ആഴ്ച കൂടി ചിലരോടൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കുറേയൊക്കെ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് നന്ദി പറയേണ്ടത് V-സ്റ്റാറിനോടാണ്. V-സ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ കാർബൺ 0 ട്രങ്കിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ V-സ്റ്റാറിനോട് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.